പഴം മാത്രം ആയിട്ടില്ലല്ലോ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ നോമ്പിന് മുമ്പ് ഷൂട്ട് ചെയ്ത കുറച്ച് വിശേഷങ്ങളും നല്ല വെയിറ്റൊക്കെ കുറയാനുള്ള റെസിപ്പി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു വീട് പൊളിച്ചതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഈ ഡയറ്റ് റെസിപ്പീസൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം കുറേ പേര് ചോദിക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് കുറയ്ക്കണം, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഡയറ്റിലാണ്. കാർബോഹൈഡ്രേറ്റ് തീരെ എടുക്കുന്നില്ല. ഫുൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സീലു എന്തിനാണ് വെയിറ്റ് കുറയ്ക്കുന്നത്, ഇനി എങ്ങോട്ടാണ് വെയിറ്റ് കുറയ്ക്കണമെന്ന് ചോദിച്ചില്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിൽ കുറച്ച് ഒരു ഫാറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ചിട്ട് എൻ്റെ ഹെയ്സൂനെ പ്രസവിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുമ്പോൾ 45 to 48 ഇങ്ങനെ നിൽക്കും. അതാണ് എൻ്റെ ഒരു കറക്റ്റ് വെയിറ്റ്. പിന്നെ ഇച്ചു ബേബിനെ പ്രസവിച്ചതിന് ശേഷമാണ് വെയിറ്റ് ഗെയിന് ഉണ്ടായത്. അത് ആക്ച്വലി കുറയായിരുന്നു, പക്ഷേ പിന്നെയും കൂടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനിരുന്നാൽ 3-4 മണിക്കൂർ ഒറ്റയിരിപ്പ് ഇരിക്കേണ്ടി വരും. ബാക്കി നമ്മൾ എത്ര പണികൾ ചെയ്താലും ആ എഡിറ്റിങ്ങിൻ്റെ അത്രയും നോൺ സ്റ്റോപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഫാറ്റ് കൂടും. കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഫാറ്റ് കാര്യങ്ങളൊക്കെ കൂടും. അതൊക്കെ പെട്ടെന്ന് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസും ചെയ്ത് ഡയറ്റും ചെയ്താൽ ശരിക്കും 1 വീക്ക് മതി കേട്ടോ. വെറും ഒരാഴ്ച കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ടിപ്സുകളും കൂടെ പറഞ്ഞുതരാം ഞാൻ ഫോളോ ചെയ്യുന്നത്. വയറ് കുറയണതിൻ്റെ ടിപ്സ് ഇതിലിടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഞാൻ കുറച്ച് മുട്ടയൊക്കെ പുഴുങ്ങാനെടുത്തേ. അപ്പോൾ എനിക്കിപ്പോൾ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഈ വെയിൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് ജെൽ ടൈപ്പുള്ള സൺസ്ക്രീൻ ആണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ അല്ലാത്തതിലൊക്കെ ചിലപ്പോൾ വൈറ്റ് കാസ്റ്റ് ഒക്കെ വരും, നമ്മൾ എന്തോ ഇങ്ങനെ അപ്പി വെച്ച പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്താണ് എനിക്ക് കിട്ടിയൊരു സംഭവം കാണിച്ചു തരാം. പ്യുർ ഓറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ടെക്സ്ചർ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. നല്ല ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കാസ്റ്റ് വരുന്നുള്ള പേടിയില്ല. ഇത് നോക്കിക്കേ, ഒരു ചെറിയൊരു ഇതിന് പോലും വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പ്യുർ ഓറിജിന്റെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ. കൊറിയൻ വൈറ്റമിൻ സി ബ്രൈറ്റ് ബൂസ്റ്റിംഗ് ഫേസ് വാഷ് ഇല്ലേ, ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ പെനട്രേറ്റ് ചെയ്ത് സ്കിന്നിലേക്ക് ഇറങ്ങി നമ്മുടെ ഡൾനെസ് ഒക്കെ ഇൻസ്റ്റന്റ്ലി മാറ്റിയിട്ട് ബ്രൈറ്റ്നസും തരും, അതുപോലെ സ്കിന്നിന്റെ ഡൾനെസ്സും കൂടെ മാറ്റും കേട്ടോ. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതേപോലെ ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോ ഇറിറ്റേഷൻ. ഫേസ് വാഷ് ചെയ്തപ്പോണ്ടല്ലോ ശരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട്. ഇനിയിപ്പോ അടുത്തതായിട്ട് ഞാൻ പ്യുർ ഓറിജിന്റെ തന്നെ വൈറ്റമിൻ സി ഫേസ് സീറോ ആണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോ അടുത്ത് നമ്മള് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിനും വേണ്ടിയിട്ട് പ്യുർ ഓറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ഫേസ് സീറോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റമിൻ സി ഫേസ് സീറോയിലെ 20x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സിയും അതേപോലെ യൂസു ലെമണും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിറം നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്തിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഇൻസ്റ്റന്റ്ലി മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കൊരു 3 days തന്നെ ആ ഒരു ഡിഫറൻസ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. യൂസു ലെമണിന്റെ എസൻസും പിന്നെ വൈറ്റമിൻ സിയും ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യുന്നു. അതേപോലെ ഡ്യൂവി ബ്രൈറ്റ് ഗ്ലോവും കൂടെ തരുന്നുണ്ട്. അതായത് നല്ലൊരു ഗ്ലോനെ ബൂസ്റ്റ് ചെയ്യും കേട്ടോ. അതുപോലെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ സ്കിന്നിൽ ഒന്നും തന്നെ ഇടാത്ത പോലെ ഒരു ഫീൽ ആണ് കേട്ടോ ഉണ്ടാവുന്നത്. പവർഫുൾ റിസൾട്ട് ആണ്. നോൺ സ്റ്റിക്കി ഫോർമുല കൂടിയാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പ്യുർ ഓറിജിന്റെ കൊറിയൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് വൈറ്റമിൻ സി ക്രീം ആണ്. ഇത് വന്നിട്ട് 10x നാച്ചുറൽ കൊറിയൻ വൈറ്റമിൻ സി സിറവും അതുപോലെ യൂസു ലെമണും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈവൻ സ്കിൻ ടോൺ ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സിറം ക്രീം വന്നിട്ട് നോൺ ഓയിലി ഫോർമുല ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഫ്രഷും ഒരു മാറ്റ് ലുക്കും കൂടെ ഓൾ ഡേ നമുക്ക് കിട്ടും. ഓയിൽ ഫ്രീ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ചിപ്പ് ആയിട്ടുള്ള ഫീല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ 3 സ്റ്റെപ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത് നമ്മുടെ 4th സ്റ്റെപ്പാണ്. പ്യൂർ ഒറിജിന്റെ തന്നെ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ബ്രൈറ്റ് ബൂസ്റ്റിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഒരു സൺസ്ക്രീനിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ചാൽ നമ്മുടെ സ്കിന്നിനെ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, ഡാമേജ് പ്രീമച്യൂർ ഏജിങ് ആവുന്നതിന്, ഡാർക്ക് സ്പോട്ട് ആവുന്നതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പ്യൂർ ഒറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീനിൽ SPF 50 PA++++ഉം അതേപോലെ നോൺ ഓയിലി ആണ്. തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല കേട്ടോ. ഇതിൽ അടങ്ങിയിരിക്കുന്ന SPF 50 PA++++ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഹാർംഫുൾ UV റേസിൽ നിന്ന് ഫുൾ ഡേ കേട്ടോ. അപ്പൊ ഇതേ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുണ്ട്. കാരണം ഇത് ലൈറ്റ് വെയിറ്റും കൂടിയാണ്. നമ്മൾ സാധാരണ മറ്റ് സൺസ്ക്രീൻ ഒക്കെ ചിലത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചിലപ്പോൾ ഓയിലി ആയിട്ടൊക്കെ ഫീൽ ആവും. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബും കൂടി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. എല്ലാ സ്കിൻ ടോണിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ purorigin.in എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. അപ്പൊ വാങ്ങുന്ന സമയത്ത് എന്റെ കൂപ്പൺ കോഡായ സിലു 2025 എന്ന് കൊടുക്കുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടോട് കൂടെ വാങ്ങാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ, മീഷോ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ പിടിച്ചേക്കാം. മുട്ടടുണ്ട് കേട്ടോ. കാർബ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, അത് റൈസ്, ഗോതമ്പ്, ഇതിൽ എല്ലാറ്റിലും ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതാണോ നോക്കിയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം ഇപ്പോൾ ചോറ് മാത്രം 3 നേരം നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രം ഇൻടേക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? നമ്മൾ വിചാരിക്കും ചോറ് മാത്രമാണ്. അതല്ല, അരിയിലുണ്ടാക്കുന്ന എല്ലാ സാധനവും, ഇപ്പോൾ രാവിലെ ഇഡലി ആണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്ക് മാത്രം കുറച്ച് ചോറിൽ കഴിക്കുന്നുള്ളൂ, രാവിലെ ഇഡലിയാണോ, ഉച്ചയ്ക്ക് ചോറ് കുറച്ച്, പിന്നെ രാത്രി വല്ല പുട്ടോ അങ്ങനെ വല്ലതും. ഇത് ഫുള്ളും കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ അതുപോലെ ഗോതമ്പിലും ഉണ്ട്. ആക്ച്വലി ഗോതമ്പ് ഫുള്ളായിട്ട് നമ്മൾ അങ്ങനെ ഇതാക്കിയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പം കഴിക്കണ്ടെന്നല്ല, പക്ഷെ കുറച്ച് മാത്രം കഴിച്ചിട്ട് കൂടുതൽ പച്ചക്കറികൾ ഇൻക്ലൂഡ് ആക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വിശക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാന്നറിയോ? ഇതിൻ്റെ സാധനം ഇതിൻ്റെ അടിയത്തെ സാധനം കാണില്ല. ഇടയിൽ വിശക്കുന്ന സമയത്ത് നമ്മൾ സാലഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക. അത് ഭയങ്കര ടഫായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്നൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നല്ല കട്ട തൈരൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉള്ളി എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ക്യാരറ്റ് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ എന്താ പറയുക കട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് വിശക്കൂല. പിന്നെ അതുപോലെ കുക്കുംബറില്ലേ, അത്, പിന്നെ ഫ്രൂട്ട്സിൽ തണ്ണിമത്തൻ, ഇതുപോലെയുള്ള വാട്ടർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ വിശക്കൂല. ഇപ്പോൾ ഫീഡ് ചെയ്യുന്നവരാണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് പ്രസ് ചെയ്തതിന് ശേഷം വെയിറ്റ് കൂടൂലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഫോളോ ചെയ്യാനേ പറ്റും. അതുപോലെ ചെറുപയർ ജസ്റ്റ് മുളപ്പിച്ച് വെക്കുക, എന്നിട്ട് വെറുതെ കുറച്ച് ചെറിയുള്ളിയും 1 സ്പൂണ് എണ്ണ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പ് മാറും, നന്നായിട്ട് പാല് വരാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലെ കുറേ ടിപ്സ് ഉണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുതരാം. ഇതാദ്യം വേഗട്ടെ. ഇത് ഞാൻ മുമ്പ് വെളുത്തുള്ളി വെച്ചിട്ട് വെളുത്തുള്ളി പാല് ഉണ്ടാക്കുമായിരുന്നു. ഇത് നമുക്ക് പാല് വരുത്തിക്കാനും അതേപോലെ ഹാർട്ട് പേഷ്യൻസിന് അങ്ങനെ കുറേ പേർക്കൊക്കെ നല്ലതാണ്. രാത്രി നേരം കിടക്കുന്നതിന് മുമ്പ് ആ സംഭവം ഉണ്ടാക്കി കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഡെയിലി നമ്മളത് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. വെളുത്തുള്ളി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. വെളുത്തുള്ളീൻ്റെ ചൊയ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് പാലും ഇഷ്ടമല്ല, വെളുത്തുള്ളി ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇത് 2 കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല അടിപൊളി മണവും നന്നായിരിക്കും. പക്ഷെ നന്നായിട്ട് കുറുക്കി ചെയ്യണമെന്ന് മാത്രം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ആക്കിയിട്ട് യൂട്യൂബിൽ ഷോർട്സ് ആക്കിയിട്ട് പഴയ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കാനുള്ള സമയമില്ല. ഇനി അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്രൊക്കോളി വെച്ചിട്ട് പെട്ടെന്ന് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
അതും നമുക്ക് ഈ പറഞ്ഞ പോലെ അതായത് ഇത് സൈഡ് ഡിഷായിട്ട് കരുതരുത് കേട്ടോ. നമ്മൾ ഈ ഉണ്ടാക്കി കഴിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് എന്നോ അല്ലെങ്കിൽ വല്ല അതങ്ങനെ കഴിക്കാം ഡയറ്റ് അല്ലാത്തവർക്ക്. ഡയറ്റ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മെയിൻ ഫുഡ് തന്നെ അതായിരിക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. മാക്സിമം ഒരു ദിവസം എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഓരോ സിപ്പ് വെച്ചിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. അതും നമുക്ക് വെയിറ്റ് ലോസിനാണെങ്കിലും നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ചെയ്യാനാണെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ തന്നെ ഞാൻ എന്തിനാ ഇപ്പോൾ പറയണമെന്നറിയോ, ഞാനും കൂടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സിലൊരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ല സിലോ നീ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നത് കാണാമല്ലോ, ഞാൻ ചിയാ സീഡും കൂടെ ഇട്ടിട്ടാണ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത്, നിനക്ക് വെറുതെ ബാത്റൂമിൽ പോകാൻ തോന്നില്ലേ? പക്ഷെ ഞാൻ അങ്ങനെ പോകാറില്ല കേട്ടോ. അതെന്തോ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല, വീടെത്തിയാലേ പോകുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ നമ്മുടെ കട്ടിംഗ് ബോർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് പഴയ കട്ടിംഗ് ബോർഡ് ഒരു പ്രശ്നമായിട്ട് തോന്നണില്ലേ. നമ്മുടെ കുട്ടീനെ ഡെയിലി കാണുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഒരു വീഡിയോയിൽ സൂം ചെയ്തപ്പോഴാണ് ഭയങ്കര മോശമായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത് എടുക്കാൻ ഭയങ്കര തീരെ ഇഷ്ടമില്ല. ആളി ഇതും നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ പോവാണ്. അപ്പോൾ അതേ വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. നെക്സ്റ്റ് വലിയ ഉള്ളി, സവാള. പണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ സൈഡിൽ ടൈപ്പ് ചെയ്തിടുമായിരുന്നു, വെളുത്തുള്ളീൻ്റെ അതൊക്കെ. ഇപ്പോൾ തീരെ സമയമില്ല, പെട്ടെന്ന് ആക്കുക എന്നുള്ള കോൺസെപ്റ്റ് ടൈപ്പ്. ഇനി അടുത്തത് നമുക്ക് ബ്രൊക്കോളിയിൽ പലരും ഈ തണ്ടൊക്കെ കളയും. ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രമേ കളയുള്ളൂ, ബാക്കി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ സൂപ്പൊക്കെ ഉണ്ടാക്കാം. സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പണ്ടത്തെ എൻ്റെ വീഡിയോ നോക്കിയാൽ ഒരു 2-3 കൊല്ലം മുമ്പത്തെ വീഡിയോ നോക്കിയാൽ കാണാം. അതിൽ എന്താ പറയുക പറയാൻ കിട്ടാണ്ടാവണ അവർ ഈ തണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ലാസ്റ്റ് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ സൂപ്പിന് ആ ഒരു ലിക്വിഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ബ്രൊക്കോളിൻ്റെ തണ്ട് ആരും കളയണ്ട. ഇന്നാൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു മുമ്പ് ബ്രൊക്കോളിൻ്റെ തണ്ടൊക്കെ കളയായിരുന്നു, അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴാണ് അറിഞ്ഞത്. താങ്ക് യു എന്നിട്ട് യൂസ് ചെയ്യുക. ഇതിലൊന്നും വേസ്റ്റേജ് വരുന്നില്ല കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ ഭാഗങ്ങളൊക്കെ. കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെറുതാക്കി നിങ്ങൾ കട്ട് ചെയ്തിട്ടാൽ മതി. നോക്കിക്കോ, ഇത്രയും തണ്ടില്ലേ, ഇത് മൊത്തം ഞാൻ കട്ട് ചെയ്ത് ഇതിലിടും. ചെറുതായി കട്ട് ചെയ്യണമെന്ന് മാത്രം. ഇനി വലുതാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ആയിട്ടുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ ബ്രൊക്കോളി ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഗ്രേവി ടെക്സ്ചർ വരാനും വേണ്ടിയിട്ട് റാഗി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മൈദ ഒക്കെ യൂസ് ചെയ്യൂലേ, അതിന് പകരം സുഖമായിട്ട് റാഗി പാല് ഒഴിച്ചിട്ട്, ഇതൊക്കെ ഞാൻ അതിനകത്തേക്കുന്നു, റാഗിയും പാലും ഒഴിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തിയുമാണ്, നല്ല ക്രീമി ടെക്സ്ചറിലും കിട്ടും, നല്ല ഡയറ്റ് ഫുഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാല്. ബട്ടർ എടുക്കുക, ഇടുക. ബട്ടർ എവിടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ബട്ടർ ഇടണുള്ളൂ കേട്ടോ. സവാള, ഉണക്കമുളക് ഇടുന്നുണ്ട്. ഇതിലിപ്പോൾ നന്നായിട്ട് വെന്ത് അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റി കുഴയണം എന്നൊന്നുമില്ല, ഒരു ക്രിസ്പി ടേസ്റ്റ് വരുന്ന പോലെ ആയി കിട്ടിയാൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളി വഴറ്റിയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഉപ്പ് എപ്പോഴും കയ്യിലിട്ടാലേ ശരിയാവുള്ളൂ, ഞാൻ സ്പൂണിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും.
കൂടിയ പോലെ തോന്നും. ഇതാണ് നമ്മുടെ ഡിൽ ലീവ്സ്. കുറേ വാങ്ങിയിട്ട് അന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് കേട് വന്നു പോയപ്പോൾ പിന്നെ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. ഇത് കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീടുകളുടെ മുമ്പിൽ ഇതുപോലൊരു സംഭവം വരുന്നുണ്ട്, അത് പിച്ചി മണത്ത് കഴിഞ്ഞാൽ ഒരു പച്ച മാങ്ങയുടെ നല്ല അടിപൊളി മണമുണ്ട്, ആ ലീവ്സാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതല്ല കേട്ടോ. ഞാനും ആദ്യം അങ്ങനെ തെറ്റിദ്ധരിച്ച്. പക്ഷേ ഇത് വേറെ തന്നെ ലീഫാണ്. അപ്പോൾ അതെടുത്ത് ഉപയോഗിക്കണ്ടേ, ഇനി അത് വിഷമാണോ അല്ലേന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇത് ഈ ഫോറിനേഴ്സൊക്കെ അവരുടെ മോസ്റ്റ് ഫുഡിലും ഇടുന്ന കണ്ടിട്ടുണ്ട്. നല്ല രസം ഉണ്ടാവും കേട്ടോ അതിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഈ പച്ച കളർ അവിടെ കാണുമ്പോൾ. ഇനി നമുക്ക് ബട്ടർ എടുത്തിട്ട് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചെയ്യാൻ പോണത്. പാത്രത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ടർ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് പാലും കൂടെ ആക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ട പിടിക്കുമോ എന്നുള്ള പേടിയുള്ളവർ ഇതിൽ വെള്ളം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ഇട്ടിട്ട് കുറേശ്ശായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ബട്ടറിൻ്റെ കൂടെ ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കി. ഇതിൻ്റെ കളർ മാറും ആക്ച്വലി നമ്മൾ റാഗി ഇട്ടുകൊണ്ട്. വൈറ്റ് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളി കളർ കിട്ടും കേട്ടോ. പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ടാട്ടോ മിക്സ് ചെയ്യണം, കാരണം ഇതിങ്ങനെ കട്ട പിടിക്കല്ലെങ്കിൽ. പാല് വേണ്ടാത്തവർ വെള്ളത്തിലും ഒഴിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടെ പാൽ ഒഴിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് തിക്കാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നോക്കിക്കേ, ഇപ്പോൾ ചീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മുടെ റാഗി മാത്രം മതി. ഇത്രയും നല്ല അടിപൊളിയായിട്ട് സാധനം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ബ്രൊക്കോളി കിട്ടുന്നില്ല, കോളിഫ്ലവറാണ് ഉള്ളതെങ്കിൽ കോളിഫ്ലവറിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, ഡിൽ ലീവ്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. തൊലിക്കാനുള്ള പണി ഇക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പഴം പുഴുങ്ങാനായിട്ട് പോകണം. പുഴുങ്ങാൻ അപ്പോൾ എൻ്റെ ഫുഡ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്കിത് ഫുള്ളും കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഫുള്ളും കഴിക്കില്ല, കുറച്ചേ കഴിക്കത്തുള്ളൂ. കുറച്ച് മീൻസ് ഇത്രയും. ഇതാണ് മെയിൻ ഫുഡ്. ഓക്കെ, ബാക്കി റാനക്കുട്ടി കുട്ടികൾ എല്ലാവരും കഴിക്കും. ഇവിടെ എല്ലാവർക്കും ബ്രൊക്കോളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, അല്ലാന്നൊന്നല്ല. ഇതിൽ കുഞ്ഞു മുട്ടയിൽ ഒരു എത്ര മുട്ട, 4 മുട്ട വെക്കാം. ഓക്കെ, പിന്നെ പഴം. പഴം ഞാൻ പുഴുങ്ങാനിട്ടത് ഓണാക്കിയില്ല. സമയമായി. ഞാൻ ഡ്രസ്സ് യൂണിഫോമൊക്കെ മാറ്റി പോകണമെന്ന് വിചാരിച്ചു. എനിക്ക് സമയം ഉണ്ടാവും അറിയില്ല. ശരിയായി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം ഗൈസ്. എനിക്ക് ചിലപ്പോൾ തികയില്ല, അല്ലെങ്കിൽ വേണ്ട രാവിലത്തേക്കുള്ളതും കഴിച്ചിട്ട് പോട്ടെ. ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ടാറ്റാ. ഞാൻ യൂണിഫോം ഇട്ടിട്ട് പോകാൻ തന്നെയില്ല, പക്ഷെ സമയമില്ല. സോ ഞാൻ യൂണിഫോം ഇടാതെ ഇതേ ഡ്രസ്സിൽ തന്നെ പോകാൻ പോകണം. ഇതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റാം.
ഇവിടെ ഇച്ചു ബേബി കറക്റ്റായിട്ട് എണീറ്റിട്ടുണ്ട്. നമുക്ക് ഇച്ചു ബേബിക്കുള്ള എന്തെങ്കിലും പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവള് ഒതുങ്ങി ഇരുന്നോളും. ഇല്ല പൊന്നൂസ്? ബൊക്കോളി, മുട്ട, കുഞ്ഞുമുട്ട, ഇഷ്ടപ്പെട്ട അമ്മേന്റെ പഴം മാത്രം ആയിട്ടില്ലല്ലോ. ശരി മതി. പൊന്നിരിക്കെ പൊന്നിത് കഴിച്ചോ. അബി ഇപ്പൊ വരും കേട്ടോ. പൊട്ടല് മൂടി, വലിയ പൊട്ടല് മൂടി മതി, കറക്റ്റ് ആവും. സമയേ ബസ് അത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മരണപ്പാച്ചിലൊരു ഓട്ടമാണ്. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിച്ചോ. ഓക്കെ ടാറ്റാ. ഷൂ വാങ്ങണം. അങ്ങനെ നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതായത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു ചാലിൻ്റെ ഭാഗത്ത് കനാൽ വരമ്പിൽ 10-30 കൊല്ലമായിട്ട് ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാ മഴ വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളം ഇങ്ങനെ ഒലിക്കുന്നതും. പിന്നെ പുറകിൽ നിന്ന് വലിയ തോടായതുകൊണ്ട് അതിന് വലിയ വലിയ പാമ്പുകളൊക്കെ കയറി വരും. അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ ഇവർ നല്ലൊരു വീട് അല്ലെങ്കിൽ അതൊന്ന് വീണ്ടും ഒന്ന് ശരിയാക്കി കിട്ടാൻ സാധാരണ എല്ലാ വർഷവും മുകളിൽ ഷീറ്റ് ഇടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു നിരന്തരമായിട്ടൊരു സൊല്യൂഷൻ ഇവർക്ക് വേണ്ടി ആരും ചെയ്തു കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും വരുന്ന സമയത്ത് പറയും എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ എല്ലാവരും ആണെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും എന്നല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട് എടുത്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പക്ഷെ അമ്മ ചെറുതുന്നേ പറയണത് കേട്ടിട്ട് നമുക്കൊരു വീടായി കഴിഞ്ഞാൽ ഇവർക്കൊരു വീടാക്കി കൊടുക്കണം, അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവരിങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിലും തോന്നുമായിരുന്നു വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് തോന്നൂലേ ഇതുപോലെ വീടില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമല്ലേ അങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ആത്മാർത്ഥമായതാണെങ്കിൽ പടച്ചോൻ ശരിക്കും നമ്മളെ അതിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളത് ഇപ്പം എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കി കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതുപോലൊരു സംഭവം. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ആ ഒരു ചെറുതിൽ തോന്നിയ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരു ദിവസം ഏതായാലും ഇവരുടെ ഇത് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് ഇവർക്ക് നിരന്തരമായിട്ട് താമസിക്കാനൊരു സൊല്യൂഷൻ നമ്മളാക്കി കൊടുക്കണം എന്നുള്ളത്. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു സംഭവത്തിലൊന്ന് പെട്ടതാണ് ഈ പാർപ്പിടം എന്നുള്ളത്. രാത്രി ആയി കഴിഞ്ഞാൽ ഒന്ന് സേഫായിട്ട് അന്തി ഉറങ്ങുക എന്നുള്ളത് ഇല്ലേ. അപ്പോൾ ഈ ഒരു വഴിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷെഡ് പോലെ കെട്ടിയതിന് ശേഷം അതിലാണ് ഇവർ 5 മക്കളെയും വെച്ചിട്ട് ഇത്രയും കാലം ഒക്കെ ജീവിച്ചിരുന്നത്, ഭർത്താവില്ലാതെ. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നോമ്പ് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളിനെ വിളിച്ച് ഷെഡ് പൊളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളേജിലേക്ക് പോയി ഇക്കാനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഫോണ് കൊടുത്തു. അതായത് നമ്മൾ ഈ വിശേഷം എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തരെയും അറിയിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഷെഡ് പൊളിക്കണ ഇക്ക ജസ്റ്റ് ക്ലിപ്സൊക്കെ എടുത്ത് വെക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത ജംഷീറും അവൻ്റെ ഹെൽപ്പറും കൂടെ അവനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പയ്യനാണ് കേട്ടോ, നന്നായിട്ട് ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്ന നല്ല ജംഷീറാണ്. അങ്ങനെ ജംഷീർ വന്നു, ഷീറ്റൊക്കെ പൊളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ നോക്ക്, ശരിക്കും എത്രമാത്രം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണല്ലേ ഇവർ കടന്നു പോകുന്നത്. ഇവരൊക്കെ ജീവിതം എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നേരെ ഇറങ്ങിച്ചെന്ന് കാണുമ്പോഴാണ് പലർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളും ഓരോരുത്തർ എത്രത്തോളം പ്രയാസത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ.
ഈ കുറേ തകരത്തിൻ്റെ ഈ ഷീറ്റുകൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ച് മറിച്ചിട്ടാണ് ഈ ജീവിക്കുന്നത്. പാമ്പുകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരും. ഒരു ദിവസം അടുത്ത് കിടക്കുമ്പോണ്ട് വലിയ മൂർക്കം പാമ്പിൻ്റെ അടുത്ത് കിടക്കണമെന്ന്, അത് വന്നിങ്ങനെ അടുത്ത് കിടക്കാന്ന്. എന്തോ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അവർ പല സമയത്തും രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പം അവർ താമസിക്കുന്നത് കുറേ ആയിട്ട് അടുത്ത വീട്ടിലാണ് കേട്ടോ. വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുത്ത വീട്ടിൽ പോയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് പൊളിച്ച് കഴിഞ്ഞാൽ താമസിക്കാൻ എന്തെങ്കിലും പ്രയാസം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ റൂം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ജോലിക്ക് പോകുന്നതാണ് കുറച്ചും കൂടി ഈസി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ അടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് പണി സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് പൊളിച്ചത്. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ കുറേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അളക്കാൻ അവിടെ പോയിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് ആരും വന്നിട്ടില്ല, വരുന്നില്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളെപ്പോലെയുള്ളവർ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇറങ്ങുമ്പോഴായിരിക്കും അങ്ങനെ കുറേ നൂലാമാലകൾ. ഇപ്പം അതിൻ്റെ പുറകെയാണ് കേട്ടോ. ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുപോയിട്ട് പൊസിഷനും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനത്തെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ ഈ കാണുന്നവരിൽ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റും എന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്റ്റ് ചെയ്യുക. കാരണം ഇത് എത്രയും പെട്ടെന്ന്, അതായത് ഇനിയിപ്പോൾ ഈ മാർച്ച് ഏപ്രിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുമ്പ് അവർക്ക് കയറി കിടക്കാൻ നല്ല സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നല്ലൊരു വീടാക്കി കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ബാക്കിയെല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി ചെയ്യാനാകെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സാണ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെയല്ലേ ഇവരുടെ ഈ സാധനങ്ങളൊന്നും തന്നെ എടുത്ത് എവിടെയും കൊണ്ട് വെക്കാനും പറ്റൂല. എടുക്കാൻ മാത്രം അത്ര നല്ല സാധനങ്ങളൊന്നും തന്നെ ഇവരുടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ തകരമാണെങ്കിലും എല്ലാം ആകെ ജസ്റ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു മതിൽ പോലെ ചെറിയൊരു പോർഷനില്ലേ, കറണ്ട് കിട്ടാനും വേണ്ടിയിട്ട് ആ ഒരു 10-15 കല്ല് വെച്ച് കെട്ടിയ ഇത് മാത്രമാണ് ഇതിലൊരു മതിൽ എന്ന്, അതായത് ചുമര് എന്ന് പറയാനും വേണ്ടി ഉള്ളത് കേട്ടോ. അപ്പം ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ, ഇതൊന്നും തന്നെ എവിടെയും സേവ് ചെയ്ത് വെക്കാനോ ഒന്നും നിൽക്കണ്ട, നമുക്കെല്ലാം പിന്നീട് നോക്കാം, സെറ്റ് ചെയ്യാം. തകരങ്ങളൊക്കെ ഇതിന് വിറ്റോളൂ. പിന്നെ പൊട്ടിയ കുറച്ച് ചെയറുകൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്നത് കളക്ട് ചെയ്ത് വെച്ച് അങ്ങനെ ജീവിച്ച് പോയിരുന്നതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് പറയാൻ. അപ്പോൾ ബാക്കി വെള്ളം കിട്ടാത്തതുകൊണ്ട് കുറേ കുടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ കുറേ പഴയ തുണികളൊക്കെ വെച്ചിട്ടാണ് പല ഭാഗങ്ങളും മറച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊട്ടിയ കട്ടിൽ, പിന്നെ എവിടെന്നോ കിട്ടിയ ബെഡ്, ഇങ്ങനെയാണ് മൊത്തത്തിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒന്നും തന്നെ വെക്കണ്ട, എല്ലാം കൊടുത്തോളൂ. ബാക്കി ഇവിടെ അളന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കെട്ടാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കോളേജ് കഴിഞ്ഞിട്ട് പോയി. ഞാൻ പോയപ്പോൾ ഏകദേശം ഇത് പൊളിച്ച് ഫുള്ളായിട്ട് ഈ ഒരു ലെവലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ നോക്കി ഏതൊക്കെ എങ്ങനെ ഭാഗത്തു നിന്നാണ് ഇത് എനിക്ക് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ജസ്റ്റ് എല്ലാം നോക്കിയിട്ട് എനിക്ക് എവിടെ നിന്ന് എങ്ങനെ കെട്ടി തുടങ്ങാമെന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിങ്ങനെ പറഞ്ഞു. ഏത് ഭാഗത്തു നിന്നാണ് എൻട്രൻസ് വരേണ്ടത്, ഫ്രണ്ടിൽ നിന്ന് വേണോ സൈഡിൽ നിന്ന് വേണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം പോകുന്ന സമയത്ത് സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ തെന്നി വീഴുന്ന രീതിയിൽ, അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ, അവിടെയാണ് ഇതിങ്ങനെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹൈറ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ വേണം. എന്താ പറയുക, സാമ്പത്തികമായിട്ട് സഹായിക്കാനില്ലാത്ത ഒരുപാട് പേര് എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു നമ്മുടെ ഫസ്റ്റ് വീടാണ്, ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കാനും അവർക്കതിൽ സന്തോഷത്തോടു കൂടി ഇനിയെങ്കിലും കുറച്ചു കാലം ജീവിക്കാനും ഒക്കെ പഠിച്ചോൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥന വേണം, എല്ലാവരും ഒന്ന് ആമീൻ പറയണം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, ഈ സമൂഹത്തിൽ ഒരു പെണ്ണിനെ പുച്ഛിക്കാനും താഴ്ത്തിക്കെട്ടാനും ഒരുപാട് പേരുണ്ട്. നമ്മുടെ നന്മകളെ ഒന്നും കാണാതെ നമുക്ക് എങ്ങനെ കുറ്റം പറഞ്ഞ് അവരെ തളർത്താമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒത്തിരി പേര് സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലും ഉണ്ട്. പക്ഷേ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതിലുപരി എത്രയോ ഇരട്ടിക്ക് ആൾക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ തന്നെയാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എനിക്കിതൊന്നും തന്നെ ഒരുപാട് സമയം ഉണ്ടായിട്ടോ അല്ല വെറുതെ ഇരിക്കുന്നത് കൊണ്ടോ നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ല. ഇല്ലാത്ത പല സമയം ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ഒരാളെ സന്തോഷിപ്പിക്കാൻ ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സത്യം പറഞ്ഞാൽ വാല്യൂ ഭയങ്കര കൂടുതലാണ്. എൻ്റെ ഈ ഒരു സ്ട്രെസ്സിൻ്റെ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പറഞ്ഞാൽ പോലും ആർക്കും മനസ്സിലാവാത്ത അത്രയും സ്ട്രെസ്സ് ഞാൻ ഈ ഒരു സമയത്തിനുള്ളിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലുപരി ഞാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് ചുറ്റും ഉള്ളവർക്ക് എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഞാൻ നേടിയെടുത്ത ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇനി കുറച്ച് കിറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കുറച്ച് തിരക്കുകളിലായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ സാധാരണ എൻ്റെ ഒരു ഓൺ ഏണിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റാറില്ല. ഇതിൻ്റെയൊക്കെ പുറകെ ആയതുകൊണ്ട് നമ്മുടെ വരുമാനം കുറച്ച് കുറവായാലും പഠിച്ചോൻ അതിന് വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് തിരിച്ച് ഇരട്ടിക്ക് തരുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം കേട്ടോ, മനസ്സുകൊണ്ടും ഒക്കെ കൊണ്ടും. അപ്പോൾ ശരി, ബൈ.